സംഘപരിവാർ സംഘടനകൾ നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിലെ വിദ്വേഷ പരാമർശത്തിൽ പോലീസ് കേസെടുത്തു. ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദയ്ക്കെതിരെയാണ് പന്തളം പോലീസിന്റെ നടപടി. മനീഷ് മഹിവാലുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. മനീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇതിനോടകം തന്നെ ഈ ശാന്താനന്ദ നടത്തിയ പ്രസംഗം സമൂഹ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ വിമർശനങ്ങളും ചർച്ചയുമായിരുന്നു. ആ രീതിയിൽ പരാതികളും പന്തളം പോലീസിന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. പന്തളം കുടുംബാംഗവും ഒപ്പം തന്നെ CPM-ന്റെ പന്തളം ഏരിയ കമ്മിറ്റി അംഗം കൂടിയിട്ടുള്ള പ്രദീപ് വർമ്മ, കോൺഗ്രസിന്റെ മാധ്യമ വക്താവായിട്ടുള്ള അനൂപ്, ഒപ്പം തന്നെ DYFയുടെ പന്തളം ബ്ലോക്ക് കമ്മിറ്റി അടക്കം പരാതി നൽകിയിരുന്നു. പന്തളം പോലീസിൽ പരാതി നൽകിയിരുന്നു. അങ്ങനെ പരാതി പരിശോധിച്ച് അതിൽ നിയമ ഉപദേശം തേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പന്തളം പോലീസ് നിലവിൽ 2 വകുപ്പുകൾ ചുമത്തിയാണ് ശാന്താനന്ദയ്ക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. പുതിയ നിയമം അനുസരിച്ച് 196 1B ഒപ്പം തന്നെ 299 വകുപ്പുകൾ പ്രകാരമാണ്, ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദയ്ക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി നടത്തിയ ബദൽ സംഗമത്തിലായിരുന്നു ഈ രീതിയിലുള്ള പരാമർശം നടത്തിയ പരാമർശം ഇങ്ങനെയായിരുന്നു: വാവർ മുസ്ലിം തീവ്രവാദി ആണ് അല്ലെങ്കിൽ ആയിരുന്നു എന്നുള്ള പരാമർശമാണ്. പക്ഷേ ആ പ്രസംഗത്തെ വളച്ചൊടിച്ചതാണെന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ വന്നിരുന്നു. അതായത് ഈ രീതിയിൽ അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, ഒപ്പം തന്നെ അത് ഇങ്ങനെ പറഞ്ഞത് മറ്റൊരാളാണ്, അതിനെ താൻ പറഞ്ഞതാണെന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് വിശദീകരണമായി ഈ ശാന്താനന്ദയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ അതിനെ വിശദീകരിച്ചിരുന്നു. പക്ഷേ ഇത് പച്ചയായ വർഗീയതയാണ്. ഇതിൽ 2 മതവിഭാഗങ്ങൾ തമ്മിൽ വിദ്വേഷം വളർത്തുക, ഒപ്പം തന്നെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുക. അങ്ങനെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും 2 മതവിഭാഗങ്ങൾ തമ്മിലുള്ള മതസ്പർദ്ധ വളർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. അങ്ങനെയുള്ള മതവിദ്വേഷവും വർഗീയതയും ആ പ്രസംഗത്തിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പരാതിയിലാണ് നിലവിൽ പന്തളം പോലീസ് നിയമ നടപടി കൈക്കൊണ്ടിട്ടുള്ളത്. ഉന്മേഷ്, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.